ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റു രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ, ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന 158ാമത് റെഗുലർ കോഴ്സിന്റെയും 141ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് നിരീക്ഷിക്കും. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിൽ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11ാമത് ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര, സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ്, സ്ലോവാക്യ സന്ദർശനത്തിന് ഈ മാസം 14-ന് തുടക്കമാകും. 52ാമത് G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങളുടെ നവീകരണം, വികസന ഐക്യദാർഢ്യം, നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ വ്യാപനം തുടങ്ങിയ വിഷയങ്ങളിൽ സമഗ്രമായ ചർച്ചകൾ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. The visit will provide an opportunity for the Prime Minister to engage with world leaders present at the G-Summit on issues of importance to India as well as to the global South. This will be India's 13th participation at the G7 summit and Prime Minister Mr. Modi's 7th consecutive participation at the summit. ഫ്രാൻസിലെ നിസ്, എവിയൻ, പാരീസ് എന്നീ നഗരങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. US നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിനു ശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ചെലവുകൾ വർദ്ധിപ്പിക്കുകയും നിരവധി മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നതിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ആശങ്ക പ്രകടിപ്പിച്ചു. ഫിന്നിഷ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടണിനും UAEയുടെ സഹവിദേശകാര്യമന്ത്രി ലാന നുസൈബിയുമായും ഫിൻലൻഡിൽ കുൽത്താരാന്ത ചർച്ചകളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷങ്ങളുടെ അനന്തരഫലങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹം തുടരണമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. അസം, നാഗാലാന്റ് അതിർത്തിയിലെ ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതക ഉത്പാദന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുമായി ധാരണാപത്രം ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, നാഗാലാന്റ് മുഖ്യമന്ത്രി നെഫ്യൂ റിയോ എന്നിവരുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. എണ്ണ, പ്രകൃതിവാതക പര്യവേക്ഷണത്തിന്റെയും ധാതു ഖനനത്തിന്റെയും പുതിയ സാധ്യതകൾ ഈ സംരംഭം തുറക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. आज हम सब एक ऐतिहासिक क्षण के साक्षी हो रहे हैं. इससे ऑयल और नेचुरल गैस की एक्सप्लोरेशन की संभावनाएं बढ़ेगी. मिनरल की भी खनन की संभावना खड़ी होती है. दोनों राज्यों ने ये निर्णय किया 50-50% कर भारत के तेल के उत्खनन में बाधा न बने, क्योंकि ये राष्ट्रीय संपदा है और मुझे लगता है कि ये भाव बहुत महत्वपूर्ण है. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അറിയിച്ചു.
ഫിൻടെക് കമ്പനികൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളോട് ഡീഫേക്ക് കണ്ടെത്തൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ഉപഭോക്തൃ ഓൺബോർഡിംഗ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും സർക്കാർ നിർദ്ദേശിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 2 ദിവസത്തെ സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായും സാമ്പത്തികകാര്യ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിറ്റ്സർലൻഡ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വികസിപ്പിക്കുന്നതിനും സന്ദർശനം സഹായകമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ്പ രോഗബാധ സ്ഥിരീകരിച്ചതോടെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. രാമനാട്ടുകര സ്വദേശിയായ 43-കാരനാണ് ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. പട്ടികയിലുള്ളവർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6ആയി. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശൂരും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത് പങ്കെടുക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ട് നടക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം സംസാരിക്കും. തൃശൂരിൽ മറ്റന്നാൾ വൈകിട്ടാണ് പരിപാടി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീ മോഹൻ ഭാഗവത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യം കൈവരിച്ചത് സമാനതകളില്ലാത്ത പുരോഗതിയാണ്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന ആപ്തവാക്യത്തിലൂന്നി ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയത്. ശക്തമായ വിദേശ നയങ്ങളിലൂടെ രാജ്യത്തെ ആഗോള ശക്തിയായി ഉയർത്താൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം ഇന്ന്. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വം ആഗോള വേദികളിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് വൻ സ്വീകാര്യതയാണ് നേടിക്കൊടുത്തത്. ഇന്ത്യ ഫസ്റ്റ് എന്ന നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സൌഹൃദങ്ങൾ ശക്തമാക്കാനും പുതിയ തന്ത്രപ്രധാന പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കാനും രാജ്യത്തിന് സാധിച്ചു. കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യത്വപരമായ നയതന്ത്രത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഇന്ത്യ ആരംഭിച്ച വാക്സിൻ മൈത്രി പദ്ധതി ഏറെ ശ്രദ്ധ നേടി. മാനുഷിക പരിഗണനകൾക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യയുടെ വിദേശ നയത്തിൽ എക്കാലത്തും മുൻഗണന നൽകിയിട്ടുണ്ട്. മാനുഷിക സഹായത്തിന് രാജ്യം നൽകുന്ന മുൻഗണന വസുധൈവ കുടുംബകം എന്ന ഭാരതീയ ദർശനത്തിന്റെ നേർക്കാഴ്ചയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് ജയം. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ മെക്സിക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമാണ് ദിനാചരണം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഇന്ന് ശില്പശാല സംഘടിപ്പിക്കും. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ്ഗവിള ഗവേഷണ സ്ഥാപനത്തിൽ ഡയറക്ടർ ഡോക്ടർ G. ബൈജു ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ V. പളനിച്ചാമി അധ്യക്ഷത വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റു രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ, ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.